ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ SSC സെലക്ഷൻ പോസ്റ്റിൻ്റെ കീ വന്നതിന് ശേഷം ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ കീ നീളുകയാണ്. അതിനനുസരിച്ച് CGL എക്സാം ആണെങ്കിൽ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മൾ SSC CGL എക്സാമിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എക്സാം എങ്ങനെ നമുക്ക് എഴുതാം, ഈ പാറ്റേൺ മാറുന്നതാണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു 140+ സ്കോർ ഒരു അതായത് TCSൻ്റെ PYQ അല്ലെങ്കിൽ PYP മോക്സിൽ TCS മോഡൽ മോക്സിൽ 140+ സ്കോർ കിട്ടുന്ന ആളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്രിട്ടിക്കൽ റീസണിങ് ഈ 3 ഏരിയ അവർ കവർ ചെയ്തിരിക്കണം. ക്രിട്ടിക്കൽ റീസണിങ് ഈവൻ ദോ അത് Tier 1 ഇല്ല എങ്കിലും, ഈവൻ സെലക്ഷൻ പോസ്റ്റിനും അതില്ലായിരുന്നു സിലബസിൽ. പക്ഷേ സെലക്ഷൻ പോസ്റ്റിൽ 5 or 6 ക്വസ്റ്റ്യൻ അനാലിറ്റിക്കൽ റീസണിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ ഈവൻ ആ ഒരു ചെറിയ ഏരിയ നമ്മൾ എന്തായാലും റീസണിങ്ങിൻ്റെ സിലബസിൽ അവിടെ Tier 1 സിലബസിലാണെങ്കിലും അത് പറയുന്നത് കൊണ്ട് നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്ങിന് വരില്ല എന്നൊരിക്കലും Tier 1 പറയാൻ പറ്റില്ല CGLൻ്റെ. അതുകൊണ്ട് ക്രിട്ടിക്കൽ റീസണിങ് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. കാരണം അനാലിറ്റിക്കൽ റീസണിങ് എന്നൊരു പോർഷൻ, ഒരു ചെറിയ ഏരിയ എന്തായാലും ആ ഒരു Tier 1 സിലബസിലുണ്ട്. അപ്പം 140ൻ്റെ മുകളിൽ മോക്കിൽ സ്ഥിരമായിട്ട് സ്കോർ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ 150+ ഒക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്രിട്ടിക്കൽ റീസണിങ് എന്തായാലും നോക്കണം. പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നോക്കുന്നത് നല്ലതാണ്. ഈവൻ ദോ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് Tier 1 സിലബസിൽ ഇല്ല എങ്കിലും, പക്ഷേ ഇല്ലാഞ്ഞിട്ട് കൂടി അത് സെലക്ഷൻ പോസ്റ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എക്സാമിന് അത് വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ സ്കോർ കിട്ടുന്ന ആൾക്കാർ ആ 2 ഏരിയ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അതിൻ്റെ താഴെയാണ് സ്കോർ കിട്ടുന്ന, സ്ഥിരമായിട്ടൊരു 130, 135 കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബാക്കി ഏരിയകൾ സ്ട്രോങ് ആക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റു ഏരിയയിലേക്ക് അധികം ഫോക്കസ് ചെയ്യേണ്ട. ഇനി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്രിട്ടിക്കൽ റീസണിങ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എന്താക്കുക, അത് സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മറ്റേ ഏരിയ തന്നെ നന്നായിട്ട് പഠിക്കാനുണ്ട്. കാരണം നിങ്ങൾ 130, 135 റേഞ്ചിൽ എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ, എക്സാമിന് ഇപ്പം സെലക്ഷൻ പോസ്റ്റ് എഴുതിയ എല്ലാ ആൾക്കാരും, ഡിഗ്രി ലെവൽ സെലക്ഷൻ പോസ്റ്റ് എഴുതിയ എല്ലാ ആൾക്കാർക്കും പ്രശ്നം ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈം എന്ന് പറയുന്നത് GKക്ക് ഇത്ര സമയം, ഇംഗ്ലീഷിന് ഇത്ര സമയം, റീസണിങ്ങിന് ഇത്ര, QAക്ക് ഇത്ര എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പലപ്പോഴും പാനിക് ആവുകയും അറിയാവുന്ന പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മൈൻഡ് സെറ്റ് ആദ്യം ഒന്ന് മാറ്റുക. 150+ എന്നതാണ് ഏറ്റവും നല്ല സ്കോർ, അല്ലെങ്കിൽ ഒരു Tier 1 ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്കോർ എന്നുള്ള മാറി ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ ഡിഗ്രി ലെവലിൻ്റെ അതേ മോഡലിലാണ് Tier 1 വരികയാണെങ്കിൽ, അതേ മോഡലിലാണോ Tier 1 വരിക എന്നുള്ളത് നമ്മൾ Tier 1 ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഡെഫിനറ്റ്ലി ലാസ്റ്റ് ഷിഫ്റ്റിലേക്ക് എഴുതുന്ന ആൾക്കാർക്ക് കുറേ അഡ്വാൻറ്റേജ് കിട്ടും. ഫസ്റ്റ് ഷിഫ്റ്റിൽ എഴുതുന്നവർക്ക് ഒന്നും അറിയാതെയാണ് പോകേണ്ടത്. ഇനി ലാസ്റ്റ് ഷിഫ്റ്റിലേക്ക് അവർ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ക്രിട്ടിക്കൽ റീസണിങ് വരുന്നതാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ടൈമും ഉണ്ട് കൃത്യമായിട്ട് പഠിക്കാനും ബാക്കി കാര്യങ്ങൾക്കും അവർക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് കിട്ടും. മറ്റുള്ളവർക്ക് നോർമലൈസേഷനും കിട്ടും, അത് വേറെ കാര്യം. പിന്നെ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 150+ ആണ് നല്ല സ്കോർ എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാറ്റുക. സെലക്ഷൻ പോസ്റ്റിൻ്റെ അതേ മോഡലിലാണ് വരുന്നതെങ്കിൽ ഒരു 130+ ഒക്കെ വളരെ നല്ല സ്കോറാണ് എന്നുള്ളത് മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ ആദ്യം എത്തണം. അതല്ല 150+ തന്നെ നിങ്ങൾ മൈൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓരോരോ സെക്ഷനിലും നിങ്ങൾക്ക് മാർക്ക് കുറയും. അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അടുത്ത സെറ്റിലുള്ള നല്ല നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാതിരിക്കാം, ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കും, പാനിക് ആവുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഏത് ആദ്യം അറ്റൻഡ് ചെയ്യുന്നതാണ്. ഈ 4 സെക്ഷനിൽ ഏത് എക്സാമിന് ആദ്യം അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി GK ആണ് പൊതുവേ കൂടുതൽ ആൾക്കാരും ആദ്യം അറ്റൻഡ് ചെയ്യാറുള്ളത്. GK നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് GK നല്ല സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ GK 3-4 മിനിറ്റ് കൊണ്ട് തീർത്തിരിക്കണം. ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമേ GK നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ പോകാവൂ. കാരണം GKക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു 15-20 മാർക്ക് കിട്ടുന്ന റേഞ്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ 7-8 മിനിറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ 15-20 മിനിറ്റോളം നിങ്ങൾ ആ ഒരു സെക്ഷനിൽ തന്നെ ഒരു 7-8 മിനിറ്റോളം നിങ്ങൾക്ക് ആ സെക്ഷനിൽ തന്നെ പോവും. അതിനനുസരിച്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ GK നല്ല സ്ട്രോങ് ആണ്, ഒരു 30-35 മാർക്ക് എന്തായാലും കിട്ടും, 25ൻ്റെ മുകളിൽ മാർക്ക് എന്തായാലും കിട്ടും എന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരൊരു 7 മിനിറ്റോളം എടുത്ത് GK അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല, അവർക്ക് ആ മാർക്ക് കിട്ടിയിരിക്കണം. നേരെ മറിച്ച് ഒരു 15 മാർക്കേ കിട്ടുന്നുള്ളൂ, GK അറിയാത്തതാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയുന്നതായിരിക്കും, മറ്റേ നമുക്ക് അറിയില്ല. അതിൻ്റെ മുകളിൽ മറ്റേതോടെ നമുക്ക് കിട്ടുമെന്നുള്ള ധാരണയിൽ നമുക്ക് ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ ചിന്തിച്ച് പോകുന്നുണ്ട്. എന്നാൽ GK ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ GK നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ കറക്കി കുത്തുന്നുണ്ടെങ്കിൽ GKക്ക് കറക്കി കുത്തുന്ന വലിയ കുഴപ്പമില്ല, കറക്കി കുത്തി ഒരു 3-4 മിനിറ്റ് കൊണ്ട് അത് ഫിനിഷ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ്റെ മുകളിൽ അധികം സമയം പോക്കാതിരിക്കുക. അങ്ങനെ പോക്കുന്ന ആൾക്കാരാണെങ്കിൽ GK നിങ്ങൾ ഏറ്റവും ലാസ്റ്റിലേക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി
ഇംഗ്ലീഷിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിൽ സ്ട്രോങ് ആയിട്ട് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ TCS മോഡലിൽ നമ്മൾ ബ്ലാക്ക് ബുക്ക് ഓഫ് വൊക്കാബുലറി കംപ്ലീറ്റ് പഠിച്ചു. അതേപോലെ തന്നെ TCS മോഡലിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഗ്രാമറിൻ്റെത് ചെയ്തു. അപ്പോൾ ആ ഒരു മോഡലിലാണ് TCSൽ നിങ്ങൾ PYP കംപ്ലീറ്റ് കണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പം പാറ്റേൺ ചേഞ്ച് ചെയ്തു, കുറേയൊക്കെ ചേഞ്ച് ചെയ്തു. കോംപ്രിഹെൻഷൻ Tier 1 വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ബ്ലാക്ക് ബുക്കിലുള്ള വൊക്കാബ്സ് അല്ല വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇംഗ്ലീഷ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബുക്ക് ഇത് സ്ട്രോങ് ആക്കി 45 മുകളിൽ സ്കോർ ചെയ്യുന്ന ഒരാൾ, അവർ ഫസ്റ്റ് ഇംഗ്ലീഷ് അവർ നല്ല സ്ട്രോങ് ആണെന്നുള്ള ധാരണയിലുള്ള ആൾക്കാർ, ഫസ്റ്റ് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു 3-4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ കംപ്ലീറ്റ് ഒരു ഭയങ്കര പാനിക് ആവാനുള്ളൊരു അവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഏരിയയും കൂടി അത് ബാധിക്കും. അപ്പോൾ അവരതൊന്ന് 1-2 മോക്കുകളിൽ അതൊന്ന് എടുത്തു നോക്കുക, അവരങ്ങനെ പാനിക് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷ് മാറ്റി വെക്കേണ്ടതാണ്. നല്ല കുഴപ്പമില്ല, ഇംഗ്ലീഷ് നല്ല ബേസിലുള്ള ആൾക്കാരാണ്. ഇനി ഈവൻ കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് ടഫ് ആവുന്നത് പൊതുവേ കട്ട് ഓഫ് നന്നായിട്ട് കുറയാൻ സഹായിക്കും. നോർത്ത് ഇന്ത്യൻസിൻ്റെ അവർ ഹിന്ദി മീഡിയം യൂസ് ചെയ്യുന്ന ആൾക്കാരെ കട്ട് ഓഫ് നന്നായിട്ട് കുറയും. അപ്പം Tier 1 കട്ട് ഓഫ് നന്നായിട്ട് കുറയും എന്ന് ഉറപ്പുള്ള ഒരാൾക്ക്, എനിക്ക് 35 മാർക്കൊക്കെ മതി ഇംഗ്ലീഷിന്, 35 മുകളിൽ കിട്ടിയ നല്ല സ്കോറാണ്, ഞാൻ പാനിക് ആവില്ല എന്നൊക്കെയുള്ള ധാരണയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. ഇനി റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ക്രിട്ടിക്കൽ റീസണിങ് വരുന്നുണ്ട്. നിങ്ങൾ 45, നിങ്ങളെ ഏറ്റവും സ്ട്രോങ് ഏരിയ റീസണിങ് ആയിരിക്കും. പലരും 48, 49 ഫുൾ അടിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം 40, 35, 40 ഇടയ്ക്ക് മാത്രമേ ചിലപ്പം സ്കോർ കിട്ടാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പം നിങ്ങൾ റീസണിങ് ആദ്യം എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മൈൻഡിൽ ഈ ഒരു ഇത് മുൻകൂട്ടി നിങ്ങൾ കാണണം. ഈ ഒരു ഏരിയ 50, 50 ഔട്ട് ഓഫ് 50 ചിലപ്പോൾ പുതിയ പാറ്റേൺ ആണെങ്കിലാണ് ഞാൻ പറയുന്നത്, പഴയ പാറ്റേൺ അല്ല. പുതിയ പാറ്റേൺ ആണെങ്കിൽ 50 ഔട്ട് ഓഫ് 50 ചിലപ്പോൾ അടിക്കാൻ പറ്റില്ല. അപ്പം ഒരു 40 ഒക്കെ അത്യാവശ്യം നല്ല സ്കോറാണ്. നിങ്ങൾ 130+ നല്ല സ്കോർ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ ഓരോന്നിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ GKക്ക് ഇത്ര, ഇംഗ്ലീഷിന് ഇത്ര, QAക്ക് ഇത്ര, RAക്ക് ഇത്ര എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിനുള്ള സേഫ് സ്കോർ കിട്ടും. അപ്പം അങ്ങനെ ഒരു 6 അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. 6 അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 റൗണ്ട് എന്തായാലും 6ക്ക് പോവുക. ഒരു 6 ക്വസ്റ്റ്യനോളം ക്രിട്ടിക്കൽ റീസണിങ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. സീരീസും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 6 ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ക്വസ്റ്റ്യൻ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കുക. ഫസ്റ്റ് റൗണ്ട് ഒരു 10 മിനിറ്റിൽ നിങ്ങളൊരു 17-18ഓളം ക്വസ്റ്റ്യൻസ്, നിങ്ങൾ നോർമൽ ടൈപ്പിലുള്ള 17-18ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു ഫസ്റ്റ് റൗണ്ട് ചെയ്യുക. പിന്നീടുള്ള ഒരു 6-7 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അത് തീർത്തുക. 10 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് പിന്നീടുള്ള ഒരു 6-7 മിനിറ്റ് ഈ ഒരു 6-7 ക്വസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഒരു 16-17 മിനിറ്റ് കൊണ്ട്, പുതിയ മോഡലിലാണ് വരുന്നതെങ്കിൽ 16-17 മിനിറ്റ് കൊണ്ട് നിങ്ങൾ റീസണിങ് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യാം. റീസണിങ് ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ മൈൻഡ് സെറ്റ് ആക്കണം. അത് ഈ 2 റൗണ്ട് പോവാതെ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 മിനിറ്റ് കൊണ്ടും 20 മിനിറ്റ് കൊണ്ടും ഒന്നും ചിലപ്പോൾ റീസണിങ് തീർക്കാൻ പറ്റില്ല. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 17-18 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് വരിക. ആ സെക്കൻഡ് റൗണ്ടിൽ ഈ പറഞ്ഞ 6 ക്വസ്റ്റ്യൻ മാത്രമായിരിക്കണം നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ആ രീതിയിൽ നിങ്ങൾ റീസണിങ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് QAൻ്റെ ഒരു ഏരിയ വരുന്ന സമയത്ത് QA മിക്കവാറും എല്ലാ ആൾക്കാരും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ റീസണിങ്ങിനും ഇംഗ്ലീഷിനും അധികം സമയം എടുക്കുമ്പോൾ, GKക്കും അധികം സമയം എടുക്കുമ്പോൾ QAക്ക് നിങ്ങൾ 30 മിനിറ്റ് കിട്ടാതിരിക്കും, 30-28 മിനിറ്റ് ഒന്നും കിട്ടാതിരിക്കും. നേരെ മറിച്ച് QA ആണെങ്കിൽ അത്യാവശ്യം പഴയ മോഡലിൽ തന്നെയാണ്, അതിൽ പുതിയ ചേഞ്ചുകളൊന്നും വല്ലാണ്ട് വന്നിട്ടില്ല. പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും ആഡ് ചെയ്തു എന്നല്ലാതെ നിങ്ങൾക്ക് 25 ഔട്ട് ഓഫ് 25 നിങ്ങൾക്ക്, അല്ലെങ്കിൽ 24-23 എങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് QA. അപ്പം QA നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ QA നിങ്ങൾ ആദ്യം ചെയ്യുന്നത് അത്യാവശ്യം ഉപകാരപ്പെടും. QA നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു 25 മിനിറ്റ് കൊണ്ട് ഒരു QA നിങ്ങൾ 2 റൗണ്ട് പോയിട്ട്, ഞാൻ എങ്ങനെ QA ചെയ്യാന്നുള്ളതൊക്കെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ QA നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാനിക് ആവാതെ, ലാസ്റ്റ് നിങ്ങൾക്ക് ടൈം ഇല്ലാത്തൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങൾ പാനിക്കായിട്ട് QA തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പം തെറ്റിക്കാതെ ശരിയായി നിങ്ങൾക്കറിയാവുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ QA ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് ഉപകാരപ്പെടും. അത് QA അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു പാറ്റേൺ, അങ്ങനെ ഒരു നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതി ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. ഇനി ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം വൊക്കാബുലറി ബ്ലാക്ക് ബുക്ക് എന്നല്ല മീൻസ് TCS പ്രീവിയസ് ഇയർ പാറ്റേൺ നല്ല വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഡെഫിനറ്റ്ലി വൊക്കാബുലറി അത്രയും വാസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പുതിയ വൊക്കാബുലറി എന്തായാലും പഠിക്കാൻ ശ്രമിക്കരുത്. അത് ഈ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വൊക്കാബുലറി ലിമിറ്റഡ് ആണ്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നത് അത്രയും വിശാലമായ ഏരിയ എന്ന് ചോദിക്കാനും പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ ബ്ലാക്ക് ബുക്ക് തന്നെ നിങ്ങൾ സ്ട്രോങ് ആക്കുക. കാരണം ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ വൊക്കാബുലറിയാണ്, അത് വൊക്കാബുലറിൻ്റെ സെറ്റ് തന്നെയാണ്. അപ്പോൾ ആ വൊക്കാബുലറിൻ്റെ സെറ്റ് തന്നെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ തന്നെ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ കോംപ്രിഹെൻഷൻ വരുന്ന സമയത്ത് ഉപകാരം നോക്കുന്നത് നല്ലതായിരിക്കും. കോംപ്രിഹെൻഷൻ ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെയും ചിലപ്പം കോംപ്രിഹെൻഷനിൽ തന്നെ ചിലപ്പം ഗ്രാമർ പാർട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഒന്നാമത്തെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ അത്രയും കോംപ്രിഹെൻഷൻ വായിച്ചിട്ട് ചിലപ്പോൾ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. ഒരു കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ആ പാരഗ്രാഫ് സ്കിപ്പ് ചെയ്യാം. ഇനി അല്ല, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് 4-5 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ പാരഗ്രാഫ് വായിക്കുക. പിന്നെ കോംപ്രിഹെൻഷൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഒരു 30 സെക്കൻഡ് കൊണ്ട് ആ 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 4 ക്വസ്റ്റ്യനും ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ആ 4 ക്വസ്റ്റ്യനും നെക്സ്റ്റ് അടിച്ച് ആ 4 ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് എഴുതുക. എന്നിട്ട് ആ 4 ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് വായിച്ചിട്ട് കോംപ്രിഹെൻഷൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. ഇനി അല്ല, നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യനും വീണ്ടും കോംപ്രിഹെൻഷൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വായിക്കാൻ വെച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വീണ്ടും കോംപ്രിഹെൻഷൻ ഒന്നുകൂടി വായിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം കോംപ്രിഹെൻഷൻ ഡെഫിനറ്റ്ലി ടൈം കൺസ്യൂമിംഗ് ആണ്. പാരഗ്രാഫ് റീഡിംഗ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ആ ടൈമിനനുസരിച്ച് ഇംഗ്ലീഷ് നിങ്ങൾ 9 മണിക്കൂർ കൊണ്ട് 9 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് 12 മിനിറ്റോളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഈ ഒരു കോംപ്രിഹെൻഷൻ്റെ ടൈപ്പ് കോംപ്രിഹെൻഷനാണ് പുതിയതായിട്ട് വന്നത്. പിന്നെ വൊക്കാബ് ഔട്ട് ഓഫ് ബ്ലാക്ക് ബുക്ക് ആണെന്നാണ് പറഞ്ഞത്. ഈ 2 മാറ്റങ്ങളല്ലാതെ അധികം മാറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കീ വന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. പക്ഷേ കോംപ്രിഹെൻഷൻ പാരഗ്രാഫ് റീഡിംഗ് ഉള്ള സമയത്ത് ക്ലോസ് ടെസ്റ്റ് ഒഴിവായിട്ടുണ്ട്. പക്ഷേ ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ട് അന്നേരം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേതല്ല, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ചിലപ്പോൾ ഓരോന്ന് വായിക്കണം. അപ്പോൾ അതിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിന് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. നിങ്ങൾ ആ പാരഗ്രാഫ് സ്കിപ്പ് ചെയ്യണം. കാരണം ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2, 3, 4 ചിലപ്പോൾ ഗ്രാമർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതിന് പാരഗ്രാഫ് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാൻ ഒരുപാട് ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ടൈം എത്രത്തോളം ലാഭിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് QA മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും, RA മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നൊരു രീതി GK, ഇംഗ്ലീഷ്, RA, മാത്സ് അല്ലെങ്കിൽ ഏതാണെങ്കിലും അത് നിങ്ങളൊരു സ്ട്രെങ്ത്തിനനുസരിച്ച് ആ സ്ട്രെങ്ത്തുള്ള ഏരിയ നിങ്ങൾ ഏറ്റവും ആദ്യം കൊണ്ടുവന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ GK അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ടൈം ലിമിറ്റിൽ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ GKൻ്റെ ഒരു നോളജ് ഉണ്ട്, എത്രത്തോളം ഉണ്ട്, എനിക്ക് എന്തായാലും 20 മാർക്ക് കൂടുതൽ കിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അധികം ആൻസർ ചെയ്യാൻ പറ്റില്ല, എന്നാൽ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, നിങ്ങൾക്ക് ധാരണയുള്ളെങ്കിൽ നിങ്ങൾ 4 മിനിറ്റ് തന്നെ GK ഫിനിഷ് ചെയ്യണം. ഇനി അല്ല, വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും, എനിക്കൊരു 30-25 മാർക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 7 മിനിറ്റ് എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. RAയിലും ഈ പറഞ്ഞൊരു സ്ട്രാറ്റജി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കീ വന്നു കഴിഞ്ഞാലേ കൂടുതൽ കൃത്യമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. QAയും നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സ്ട്രാറ്റജിയിലോ അല്ലെങ്കിൽ എക്സാം എഴുതുന്ന രീതിയിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.